അറിയാവുന്നതുമാണ്. ഇസ്രായേലിൽ നിന്ന് തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുന്ന ആ വലിയ ബൃഹത്തായ പദ്ധതി അത് മാനുഷ്യകാര്യം കൊണ്ടല്ല, ദൈവകരം കൊണ്ടാണ് അത് സാധ്യമാക്കി തീർത്തത് എന്ന് വ്യക്തമായിട്ടും നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഒരു മാനുഷിക ചിന്തകൾക്കോ മാനുഷിക ശക്തിക്കോ ബുദ്ധിപരമായിട്ടോ ഒന്നും ആ കാര്യങ്ങളിൽ ഒന്നും ചെയ്തെടുക്കാൻ കഴിയത്തില്ല. അത്രമാത്രം ഹല്ലേലൂയ അത്ഭുതകരമായ ഒരു പുറപ്പാടാണ് ഇസ്രായേൽ മക്കൾക്ക് മിസ്രയീമിൽ ദൈവം ഒരുക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. കാരണം ഇവരെ സംബന്ധിച്ച് മിസ്രയീമിൽ ആയിരിക്കുന്ന ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർ അടിമകളായിട്ട് നിൽക്കുന്ന ഈ ജനസമൂഹം, സ്തോത്രം, ഹല്ലേലൂയ, വലിയൊരു അധികാരത്തിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. ഇവർക്ക് സ്വയം ഒന്നും ചലിക്കാൻ കഴിയത്തില്ല, സ്വയം ഒന്നും ഹല്ലേലൂയ ശബ്ദിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു ജനസമൂഹം. ഇവരടിച്ചമർത്തുന്നതോടെ ഇവർ വേദനപ്പെടുന്ന നിലവിളിക്കുന്ന അനുഭവമല്ലാതെ അവർക്ക് അവിടെ നിന്ന് ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു പുറപ്പാട് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. അവിടം കൊണ്ട് അവർ അവസാനിക്കുമെന്ന് വിധി എഴുതി ഹല്ലേലൂയ വേദനപ്പെട്ട് ഉള്ളു നീറി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആയിരിക്കുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തില് നമുക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഹല്ലേലൂയ. രോഗമായിട്ടും വേദനകളായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ നമ്മളെ വല്ലാതെ ഞെരുക്കുന്ന നമ്മളെ വല്ലാതെ ഒതുക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്ത് കരയുകയല്ലാതെ നിലവിളിക്കുകയല്ലാതെ മറ്റു ഒരു മാർഗവും ഉണ്ടാകത്തില്ല. ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യേണ്ടവരും അതൊക്കെ തരണം ചെയ്തു വേണം മുമ്പോട്ട് പോകാൻ. എന്നാൽ ഒരിക്കലും നിലവിളിക്കോ കണ്ണുനീരിനോ മറുപടി ഇല്ലാതെ ഇരിക്കത്തില്ല, മറുപടി ഉണ്ടാകും. ഹല്ലേലൂയ. എന്നും കണ്ണുനീരല്ല, എന്നും നിലവിളിയല്ല. ഈ നിലവിളിക്കപ്പുറം ഹല്ലേലൂയ ഒരു ആഹ്ലാദധ്വനി ഉണ്ട്. ഈ നിലവിളിക്കപ്പുറം ഒരു സന്തോഷ ദിനമുണ്ട്. ഹല്ലേലൂയ. ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്, ഒരു ഇരുട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഒരു വെളുപ്പ് ഉദിക്കുന്നതാ. ഹല്ലേലൂയ. എന്നും ഇരുട്ടല്ല, എന്നും ഹല്ലേലൂയ വേദനയല്ല. ഈ വേദനയ്ക്കപ്പുറത്ത് ഒരു വെളിച്ചം വീശുന്ന ഒരു ദിവസമുണ്ട് എന്ന് ദൈവമക്കൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നിൽപ്പാൻ ഇടയായി തീരണം. അതുകൊണ്ട് ഇവിടെ വായിക്കുന്ന ഭാഗം എങ്ങനെയാണ്? ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് യാക്കോബ് ഗൃഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ. കാരണം മിസ്രയീമിന്റെ ഭാഷയൊന്ന്, എബ്രായരുടെ ഭാഷയൊന്ന്. ഈ രണ്ട് ഭാഷകൾക്കും വ്യത്യസ്തതയുണ്ട്. ഹല്ലേലൂയ. അവരുടെ ഭാഷ ഇവർക്കറിയത്തില്ല, ഇവരുടെ ഭാഷ അവർക്കറിയത്തില്ല. ആ ഒരു വല്ലാത്ത സ്ഥിതി. നമ്മളൊക്കെ മറു രാജ്യങ്ങളിൽ പോയാൽ സ്തോത്രം ഫ്രഷായിട്ട് പോയാൽ ഉള്ള അനുഭവം എന്താണോ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ഭാഷ മിസ്രയീമിന്റെ ഭാഷയുമായിട്ട് ഒന്നാകുന്നില്ല. അപ്പോൾ ഹല്ലേലൂയ ഈ ഭാഷ ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും യാക്കോബ് ഗൃഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ, നമുക്കറിയാം സ്തോത്രം ഹല്ലേലൂയ ഞങ്ങളുടെ ആ ഏറിയ പീരുമേട് ആ ഭാഗം മുഴുവനും സ്തോത്രം തോട്ടം തൊഴിലാളികൾ സ്തോത്രം 10, 30, 40, 50 വർഷമൊക്കെ ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് എസ്റ്റേറ്റിലെ ജോലിക്കായി കടന്നു വന്ന തൊഴിലാളികൾ. ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ഒരു തമിഴ് വംശത്തിൽപ്പെട്ടവരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ എന്നാൽ കാലപ്പഴക്കം കൊണ്ട് തലമുറകൾ സ്തോത്രം ഹല്ലേലൂയ തമിഴ്നാടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഹല്ലേലൂയ കേരളവുമായിട്ട് വലിയ ബന്ധങ്ങളില്ല. നമുക്ക് മദ്രാസിലൊക്കെ പോയാൽ ഇവിടുത്തെ മലയാളി കുടുംബങ്ങൾ ഒത്തിരി അവിടെ ചേക്കേറിയതായിട്ട് കാണുവാൻ ഇടയായി തീരുന്നുണ്ട്. അപ്പോൾ അവരവിടെ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ ഭാഷകൾ പഠിച്ച് അവിടുത്തെ വിദ്യാഭ്യാസം നേടി അവിടുത്തെ ചുറ്റുപാടുകളിൽ അവർ ഒരു ജനമായി തീർന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവരുടെ ഭാഷയും അവരുടെ ഭാഷയുമായിട്ട് ഒരു കാരണവശാലും ഇടകലരുന്നില്ല.
ഇവർക്ക് ഓരോ മേധാവികളുണ്ട്. അവരുമായിട്ട് ആശയവിനിമയങ്ങൾ നടത്തുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവരുടേതായ, ഇവരെ ഒതുക്കപ്പെട്ടവരായ, അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെടാൻ, അല്ലെങ്കിൽ മിശ്രയമായിട്ട് ഇടപെടുവാൻ ഒന്നും ഇവരെ അനുവദിക്കത്തില്ല. ഇവരെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി ചെയ്യുക, അത് കുറവായാൽ അവർക്ക് ശിക്ഷ ഉണ്ടാകുന്ന ഒരു നിലവാരത്തിൽ. ഹല്ലേലൂയ. അവിടെ ശബ്ദിക്കാൻ പറ്റത്തില്ല. അവിടെ ഹല്ലേലൂയ സ്തോത്രം, കരയുകയല്ലാതെ നിലവിളിക്കുകയല്ലാതെ മറ്റ് യാതൊന്നും അവരെ സംബന്ധിച്ച് അവിടെ നേടിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വല്ലാത്ത ഒരു ഞെരുക്കം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ വായിക്കുന്നു, അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും അവർ പുറപ്പെട്ടു. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് അവര് രക്ഷ പ്രാപിക്കുക. ഹല്ലേലൂയ. അവർ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ദൈവം അവരെ ആ പീഡനത്തിന്റെ നടുവിൽ നിന്ന്, ആ വേദനയുടെ നടുവിൽ നിന്ന്, ഹല്ലേലൂയ, ആ സങ്കടത്തിന്റെ നടുവിൽ നിന്ന്, ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന്, ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് അവരെ ആരാ പുറപ്പെടുവിച്ചത്? ദൈവം പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. ഇവര് 30 ലക്ഷം ജനമുണ്ടെങ്കിലും ഇവർക്ക് ശബ്ദിക്കാൻ കഴിയത്തില്ല. ഇവർക്ക് ആൾബലമുണ്ടെങ്കിലും ഇവർക്ക് നേരെ നിൽക്കാൻ കഴിയത്തില്ല. പക്ഷേ അവർക്ക് വേണ്ടി സ്വർഗീയ പിതാവ് അവിടെ ഇറങ്ങുകയാണ്. അവർക്ക് വേണ്ടി ദൈവിക കരം അവിടെ ചലിക്കുകയാണ്. ഇന്ന് പല സമയത്ത് ദൈവവൈതലേ നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ ബലം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിയാത്തത് ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ചിലത് ചെയ്തെടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവര് 30 ലക്ഷം പേര്, 28 ലക്ഷം പേര്, 30-35 ലക്ഷം പേരെന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, കറക്റ്റായിട്ട് എണ്ണം തിട്ടപ്പെടുത്തി നമുക്കൊന്നും, എന്നാലും 28 ലക്ഷത്തിന് മുകളിൽ ജനമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവർ ഒന്നിച്ചു നിന്നാൽ, ശക്തിയോടെ നിന്നാൽ ഈ രാജ്യത്തെ തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഹല്ലേലൂയ, ഇവർക്ക് ശക്തിയില്ല. ഹല്ലേലൂയ. ഇവർക്ക് സ്തോത്രം ഒന്നിച്ച് നിന്ന് പോരാടി ജയിക്കാനുള്ള ഒരു നേതൃത്വമില്ല, ഒരു ഹല്ലേലൂയ അതിനുള്ള പ്രാപ്തിയില്ല. ഹല്ലേലൂയ. ഇവർ ഭയപ്പെട്ടിട്ട് അവിടെ നിൽക്കുന്നേ, ഭയത്തോടെയാണ് നിൽക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ അവരുടെ നടുവിൽ നിന്ന്, അവരുടെ ഇടയിൽ നിന്ന് ഇവർ പുറപ്പെട്ടു. ഹല്ലേലൂയ. ഇവര് പുറപ്പെട്ടു. ചിലത് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ തടഞ്ഞു വെച്ചിരിക്കുന്നതും, ഹല്ലേലൂയ 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 ദൈവവൈദ്യനെ നാളുകളായി വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും, നാളുകളായി മുമ്പോട്ട് വിടത്തില്ലെന്ന് അവകാശം പറഞ്ഞു നിൽക്കുന്നതുമായ ചില മണ്ഡലത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ട്. ദൈവാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ, നിരാശപ്പെട്ട് വേദനപ്പെട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന പിതാവേ, മാതാവേ, ഹല്ലേലൂയ, സഹോദര സഹോദരി, ഈ ദിവസങ്ങളിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ട്. ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് മുമ്പിൽ കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവം ചിലത് ചെയ്യാൻ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ അതിൻ്റെതായ നിലവാരത്തിലുള്ള പദ്ധതിയാണ് ഒരുക്കുന്നത്. ഹല്ലേലൂയ. ഇവര് മിസ്രൈമിലേക്ക് പോയപ്പോൾ ദൈവം ഇടപെട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു തലമുറ മിസ്രൈമിൽ മരിച്ചു വീണപ്പോൾ ദൈവം ഇടപെട്ടില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ 2 തലമുറ അവിടെ മരിച്ചു വീണു. 3ാമത്തെ തലമുറ മരിച്ചു വീണു. 4ാമത്തെ തലമുറയായപ്പോൾ ദൈവം അവരെ ഓർത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നാടുകടത്തപ്പെട്ട ഒരു തലമുറയെ ദൈവം ഓർത്തില്ല. ഹല്ലേലൂയ. അവരുടെ നിലവിളിയും അവരുടെ സങ്കടങ്ങളും കരച്ചിലും ദൈവം കേട്ടില്ല. പക്ഷേ ഹല്ലേലൂയ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്താണോ അത് ദൈവം നിറവേറ്റി. ഇന്നലകളിൽ കരഞ്ഞതിന് ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ മറുപടികൾ കിട്ടിയിട്ടില്ലായിരിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ കരഞ്ഞതിന് ചിലപ്പോൾ മറുപടി കിട്ടിയിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽസമയത്ത് ആത്മാവ് വിളിച്ചു പറയുന്നു, ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ
കഴിഞ്ഞ നാളുകളിൽ കരഞ്ഞതിന് ചിലപ്പോൾ മറുപടി കണ്ടില്ലെന്ന് വരാം. കഴിഞ്ഞ വർഷങ്ങളിൽ കരഞ്ഞതിന് ചിലപ്പോൾ മറുപടി കണ്ടില്ലെന്ന് വരാം. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ഇന്ന് പല സമയത്ത് ആത്മാവിൽ വിളിച്ചു പറയുക, ദൈവമേ കരച്ചിലും മറുപടി തരാൻ ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇടപെടുന്ന ഒരു പകൽസമയമായി മാറട്ടെ. ദൈവം ഇടപെടുന്ന ഒരു പകൽസമയമായി മാറട്ടെ. അവിടെയാണ് നാം വായിക്കുന്നത്, അന്യഭാഷ ഉള്ള ജാതികളുടെ ഇടയിൽ നിന്നും അവര് പുറപ്പെട്ടു. ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രാരംഭ സമയമൊന്ന് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. പ്രാരംഭ സമയത്തിൽ നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോൾ ഹല്ലേലൂയ, ഒത്തിരി ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നമ്മുടെ ഹല്ലേലൂയ മാതാപിതാക്കൾ ഇറങ്ങി തിരിച്ചപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദനകൾ വളരെ വലുതാണ്. അത് ഞാൻ വ്യക്തമായിട്ടും അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിന്ദകളും ഒറ്റപ്പെടലുകളും പരിഹാസങ്ങളും ഒക്കെ, ഒത്തിരി നിന്ദകളും ഒക്കെ അനുഭവിക്കേണ്ടിയ ഒരു സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ദൈവം ഒരാളെ പുറത്തു കൊണ്ടുവരുന്നെങ്കിൽ, പുറപ്പെടുവിക്കുന്നെങ്കിൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ ലോകത്തിലെ എത്ര ഉന്നതനാണെന്ന് പറഞ്ഞാലും, എത്ര ആൾബലമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും, ദൈവം ഒരാളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചാൽ, ദൈവം ഒരാളുടെ മേൽ ദൃഷ്ടി വെച്ചാൽ, ഒരു കൂട്ടത്തിന്റെ മേൽ ദൈവം ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തകർത്ത് കളയാൻ, അതിന്റെ നന്മ ഇല്ലാതാക്കാൻ, അതിനെ ഹല്ലേലൂയ ഒതുക്കി കളയാൻ ഈ ഭൂമുഖത്ത് ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം അത്ഭുതവാനായ ദൈവമാണ്. ദൈവം അതിശയവാനായ ദൈവമാണ്. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിട്ട് ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത് 114 സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ഇപ്പോൾ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. 114 സങ്കീർത്തനം 1. ഹല്ലേലൂയ. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇസ്രായേലിനെ വിടുവിച്ചതും അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചതുമായ കാര്യങ്ങളാണ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. 7 മുതൽ 7-8 വാക്യങ്ങൾ അവർക്ക് വേണ്ടി മരുഭൂമിയിൽ വെള്ളം നൽകി എന്ന് കർത്താവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 7-8 വാക്യങ്ങൾ മരുഭൂമിയിൽ അവർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയ ചില ഹല്ലേലൂയ കാര്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ തുടർമാനമായിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 42-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം അതിന്റെ 22-ന്റെ 23 മുതൽ വായിക്കും. യോസഫ് അവരോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരം ആയിരുന്നത് കൊണ്ട് ഞാൻ ഇത് ഗ്രഹിച്ചു എന്ന് അവർ അറിഞ്ഞില്ല. അവൻ അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു. പിന്നെ അവരുടെ അടുക്കൽ വന്ന് അവരോട് സംസാരിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമയോനെ പിടിച്ച് അവർ കാണുകയെ ബന്ധിച്ചു. അവിടെ നമുക്കറിയാം, യോസഫ് തന്റെ സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ ദ്വിഭാഷി മുഖാന്തരമാണ് സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, പരിഭാഷപ്പെടുത്തുന്ന ഒരാള്. യോസഫിനെ സംബന്ധിച്ച് ഈ എബ്രായ ഭാഷ അറിയത്തില്ല എന്ന നിലവാരത്തിൽ ഇവര് രഹസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന കാര്യങ്ങൾ യോസഫ് കേട്ടിട്ട് യോസഫ് കരയുകയാണ്.
യോസഫ് ഉള്ളിലോട്ട് ഓടിപ്പോയി കരയുന്ന ആ പശ്ചാത്തലം വായിച്ചാൽ നമുക്കറിയാം. യോസഫ് ഉള്ളിലോട്ട് പോയിട്ട് ഈ സഹോദരന്മാർ കാണാതെ കരയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രൂപൻ അതിന് രൂപേൻ, ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? എന്നിട്ടും നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇതാ അവന്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. യോസഫിന്റെ മുമ്പിൽ വെച്ച് രൂപൻ പ്രതിസന്ധികൾ വന്നപ്പോൾ, പിടിക്കപ്പെട്ടപ്പോൾ, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ യോസഫ് രൂപൻ തന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, ഞാന് അന്ന് പറഞ്ഞതല്ലേ ബാലനോട് ദോഷമായിട്ടൊന്നും ചെയ്യരുതെന്ന്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? ദോഷമായിട്ട് ഇവര് ആ വേദനയുടെ നടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുകയാണ്. യോസഫ് ഇവരുടെ മുമ്പിൽ ഇവർ ഭാഷ അറിയാത്ത നിലവാരത്തിൽ ഒരു പൊട്ടനെ പോലെ നിൽക്കുകയാണ്. ഇവര് പറയുന്നത് യോസഫ് കേട്ടോണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യോസഫ് ലൈവായിട്ട് നടന്ന കാര്യങ്ങൾ യോസഫിന്റെ ഹൃദയത്തിനകത്ത് വേദനപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കിയ യോസഫ് അത് പ്രകടമാക്കാതെ ആ കാര്യങ്ങൾ, ഇതിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, അന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരനെ ഇല്ലായ്മ ചെയ്യാൻ, തകർത്ത് കളയാൻ നിങ്ങൾ കൂട്ടുകൂടിയ ചരിത്രം അവിടെ രൂപൻ മറ്റുള്ള സഹോദരന്മാരോട് വെളിപ്പെടുത്തുകയാണ്. അവിടെ പറയുകയാണ്, ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? എന്നിട്ട് നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇതാ അവന്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. ചില നാളുകൾക്ക് മുമ്പ് ചെയ്ത ചില കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. ഇപ്പോൾ പ്രശ്നത്തിന്റെ നടുവിൽ വന്നപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് രൂപൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, രൂപൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനന്ന് പറഞ്ഞില്ലേ യോസഫിന് അല്ലെങ്കിൽ ഈ ബാലനോട് നിങ്ങളൊന്നും ചെയ്യരുത്. 17 വയസ്സുള്ള ആ നല്ല ആ കുഞ്ഞ്, ഹല്ലേലൂയ, ചെറുപ്പക്കാരൻ ഇവരുടെ അടുക്കൽ വന്നപ്പോൾ ഒരു മുഖദാക്ഷിണ്യം കാണിക്കാതെ തങ്ങളുടെ സ്വന്തം സഹോദരൻ ഹല്ലേലൂയ സ്തോത്രം മനസ്സിൽ പോലും ചിന്തിക്കാതെ അവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ, അവനെ തകർത്ത് കളയാൻ ശ്രമിക്കുകയാണ്. അതിന് രൂപേണ ആ സമയത്ത് ഇവരോട് അങ്ങനെ അരുത്, ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് വിലക്കിയെങ്കിലും ഹല്ലേലൂയ രൂപൻ അല്പമൊന്ന് മാറി നിന്ന സമയത്ത് ഇവര് പ്രതികാരം ചെയ്യുന്ന ചരിത്രമാണ് അവിടെ കാണുന്നത്. പിന്നത്തേതിൽ യോസഫ് എന്ന് പറയുന്ന വ്യക്തി സ്തോത്രം ആള് മാറിയവനായി, ഹല്ലേലൂയ, അവരുടെ മുമ്പിൽ ഉയർച്ച പ്രാപിച്ചവനായി, തടഞ്ഞവരുടെ മുമ്പിൽ ഹല്ലേലൂയ തകർത്ത് കളയാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ മാനിക്കപ്പെട്ടവനായി യോസഫ് അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ, അവരുടെ മുമ്പിൽ ആ സമയത്ത് തന്നെ വെളിപ്പെടുത്താതെ തനിക്ക് ഇവരുടെ ഭാഷ അറിയത്തില്ലെന്നുള്ള നിലവാരത്തിൽ യോസഫ് അവിടെ ഒരു ചെറിയ അഭിനയങ്ങൾ നടത്തുകയാണ്. ഈ ഭാഷക്കാരനെ അടുക്കൽ വിളിച്ചിട്ട് പറയുന്നു, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, യോസഫ് അവരോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരം ആയിരുന്നത് കൊണ്ട് അവനിത് ഗ്രഹിച്ചു എന്ന് അവർ അറിഞ്ഞില്ല. ഇവര് വിചാരിച്ചു ഇവർക്ക് ഈ എബ്രായ ഭാഷ ഇവൻ അറിയത്തില്ല. ആർക്ക്? യോസഫിന്. ഇത് യോസഫാണെന്ന് ഇവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഇത് രൂപനും കൂട്ടനും അല്ലെങ്കിൽ യോസഫിന്റെ സഹോദരന്മാർക്ക് യഥാർത്ഥമായിട്ട് ഇത് യോസഫാണെന്ന് ഇവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഇവനിപ്പോൾ ഒരു 10-30 വയസ്സുള്ള ഒരു നല്ല യോദ്ധാവാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അത് മാത്രമല്ല അവന്റെ ഹല്ലേലൂയ ശിരസിൽ കിരീടമുണ്ട്. ഹല്ലേലൂയ, അവന്റെ ഡ്രസ്സ് രാജാവ് ധരിക്കുന്ന ഡ്രസ്സ് പോലെയുള്ള ഡ്രസ്സ്, അവന്റെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ, സ്തോത്രം മുദ്രാമോതിരങ്ങൾ ഒക്കെ തൂങ്ങപ്പെട്ടിരിക്കുന്നത് ഇവർ കണ്ടപ്പോൾ ഒരു കാരണവശാലും ഇവരുടെ സഹോദരനാണെന്ന് ഇവർക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ
ഈ മിസ്രയെ ഭരിക്കാനുള്ള ഫറവോൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഫറവോന്റെ മകനായിരിക്കും എന്നാണ് ഇവർ വിചാരിച്ചത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ഒക്കെ വിധി പോലെയല്ല, നമ്മുടെയൊക്കെ ചിന്ത പോലെയല്ല, നമ്മുടെയൊക്കെ ആലോചന പോലെയല്ല. ഇന്ന് പല സമയത്ത് ആരെല്ലാം നമ്മളെ ഹല്ലേലൂയ വെറുപ്പിച്ചിട്ടുണ്ടോ, വേർതിരിച്ചിട്ടുണ്ടോ, നമ്മളെ ഒതുക്കിയിട്ടുണ്ടോ, നമ്മളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ, അവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി നിന്നിട്ടുണ്ട് ഒരു വ്യക്തിയെയും ദൈവം തടഞ്ഞു വിടത്തില്ല, തകർത്ത് കളയത്തില്ല. അവരുടെ മുമ്പിൽ ഇവരെ ഉയർത്തുക തന്നെ ചെയ്യും, ഉയർത്തി കാട്ടുക തന്നെ ചെയ്യും ദൈവം. ഹല്ലേലൂയ. അതിന് യാതൊരു സ്തോത്രം, ഹല്ലേലൂയ, കാര്യവും അതിനകത്തില്ല. എന്നിട്ട് അവരോട് പറയുന്നത് ഇവർക്ക് ഗ്രഹിച്ചില്ല എന്ന് അവരറിഞ്ഞില്ല. അവനത് ഗ്രഹിച്ച ഇവര് പറയുന്ന സംഭാഷണം വളരെ, ആ അധ്യായം വായിച്ചാൽ അറിയാം, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭാഷിക്കുന്നത് സ്തോത്രം ജോസഫ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഒരു വാക്ക് പോലും ആ സമയത്ത് ഒന്നും പറയുന്നില്ല. അവര് സംസാരിക്കുന്ന കാര്യം, ജോസഫിനോട് പറയാനുള്ള കാര്യം, ജോസഫിന് അവരോട് പറയാനുള്ള കാര്യം എല്ലാം ഹല്ലേലൂയ രണ്ട് ഭാഷയും അറിയാവുന്ന ഒരു വ്യക്തിയെ ഇവർ നടുവിൽ നിർത്തിയിരിക്കുക. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെയൊക്കെ പറമ്പുകളിലൊക്കെ ഇപ്പം ഹിന്ദിക്കാരൊക്കെ ജോലിക്കായി കടന്നു വരും. ഹല്ലേലൂയ. അവര് പറയുമ്പോഴത്തേക്കിന് സ്തോത്രം നമ്മളെല്ലാം തലയാട്ടത്തേ ഉള്ളൂ. അവരവരുടെ കാര്യം പറയും, നമ്മളെ തലയാട്ടിക്കൊണ്ടിരിക്കും, അല്ലെ? ഹിന്ദി അറിയാവുന്നവർക്ക് അത് പ്രശ്നം വരത്തില്ല. ഹിന്ദി അറിയാൻ മേലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ, തലയാട്ടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ അറിയാവുന്ന ഒരാള് മിണ്ടാതെ ഇരുന്നിട്ട് അവരെന്നെ പറയുന്നത് കേട്ടിട്ട് സ്തോത്രം മറുപടി പറയുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. അവര് വിചാരിക്കും ചിലപ്പോ നമുക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ലെന്ന്. അവര് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം കേട്ടിട്ട് ലാസ്റ്റ് നമ്മൾ അതിന് മറുപടി പറയുമ്പോൾ അവനൊരു ഹല്ലേലൂയ വല്ലാത്ത ഒരു നിലയിലേക്ക് അവൻ എത്തപ്പെടും. ഹല്ലേലൂയ. അവരുടെ വിചാരം നമുക്ക് ഹിന്ദി അറിയത്തില്ലെന്ന്. ഹല്ലേലൂയ. മറാഠി അറിയത്തില്ല, ബംഗാളി അറിയത്തില്ല, പിന്നെ യുപിയിലെ ഭോജ്പൂരി അറിയത്തില്ലെന്നൊക്കെ ചിലപ്പോൾ അവർ വിചാരിക്കാം. പക്ഷെ അങ്ങനെ അവരെന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ പലർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. വീടുകളിൽ താമസിക്കുന്ന ആന്റിമാർക്കാണെങ്കിൽ ഒട്ടും അറിയാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. അവരെന്താ പറയുന്നതെന്ന് പോലും ഇല കാട്ടിക്കൊണ്ടുവന്ന് നിർത്തിയിട്ട് സ്തോത്രം അവരോടൊന്നും പറയണ്ട, അവര് ചെടിയുടെ മുമ്പിലോട്ട് പോയിട്ട് ഏലക്ക പറിക്കും, അല്ലെ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പറയും ഹല്ലേലൂയ, കളയൊക്കെ കയറി നിൽക്കുകയാണെങ്കിൽ ഇത് കാണിച്ചിട്ട് ഇങ്ങനെ വെട്ടാൻ പറയും, അല്ലെ? ആംഗ്യം കാണിക്കത്തേ ഉള്ളൂ. നമുക്കൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആംഗ്യം കാണിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവരതേപോലെ പല കാടുകളിലും അവർ ചെയ്യുന്നത് പോലെ നമ്മുടെ സ്തോത്രം പറമ്പിലും വന്ന് അവർ ചെയ്യും. ഹല്ലേലൂയ. ഇതുപോലെ സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളൊക്കെ അറിയാമെങ്കിലും അറിയാത്ത നിലവാരത്തിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു. പിന്നെ അവരുടെ അടുക്കൽ വന്നു അവരോട് സംസാരിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമയോനെ പിടിച്ച് അവർ കാണുകയെ ബന്ധിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവര് ജോസഫ് കേൾക്കെ ജോസഫിന്റെ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്നതും തമ്മിൽ കുറ്റം പറയുന്നതും തങ്ങൾ ചെയ്തതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് നമുക്ക് കേട്ടപ്പോൾ ജോസഫിന് ഹല്ലേലൂയ ഹൃദയം പൊട്ടി, കണ്ണുകൾ നിറയാൻ തുടങ്ങി. ജോസഫ് ഓടി ഹല്ലേലൂയ ഒരു മറവിൽ അവർക്ക് മുമ്പിൽ നിന്ന് മാറിപ്പോയി പൊട്ടിക്കരഞ്ഞു. സങ്കടം തീരുന്നത് വരെ കരഞ്ഞിട്ട് മുഖം തുടച്ച് അവരുടെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. അവരിൽ നിന്ന് ശിമയെ പിടിച്ച് ബന്ധിച്ച് ഹല്ലേലൂയ കാരാഗൃഹത്തിലാക്കി. തുടർന്ന് ഉള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. എന്നാൽ ഞാൻ ആ ഭാഗത്തിലോട്ടൊന്നും കടക്കുന്നില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഈ 114 സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നു, അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ. 2-ാമത്തെ വാക്യം വായിച്ചപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. 81-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ 81-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം, മിസ്രയീം ദേശത്തിനു നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസെഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു. മിസ്രയീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം
അത് യോസഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. ഹല്ലേലൂയ. അവിടെ അറിയാത്ത ഒരു ഭാഷ കേട്ടു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇവരറിയാത്ത ഹല്ലേലൂയ ഒരു ഭാഷ അവിടെ കേൾക്കുന്നുണ്ട്. അത് ആത്മാവിന്റെ ഹല്ലേലൂയ ഭാഷയാണ്. ഹല്ലേലൂയ. നമുക്ക് അവിടെ കൂടിയവർക്ക് ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു ഭാഷ അവിടെ പുറപ്പെടുവാൻ പൊൺമഴയായി തീർന്നു. ഞാൻ ആ ഭാഗം വിടുകയാണ്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വായിച്ചത് ഇങ്ങനെയാണ്: യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. ഹല്ലേലൂയ. യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. 12 ഗോത്രങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ശലോമോന്റെ കാലശേഷം രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടു. ഹല്ലേലൂയ. രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ട് സ്തോത്രം ഹല്ലേലൂയ 2 ഗോത്രങ്ങളായിട്ട് മാറുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ പിൽക്കാലത്തേക്ക് അവരെ അറിയപ്പെടുന്നത് യഹൂദ ഗോത്രമെന്നും ഇസ്രായേൽ ഗോത്രമെന്നും 2 ഗോത്രങ്ങളായിട്ട് സ്തോത്രം വിലയിരുത്തപ്പെട്ടു. പക്ഷേ ഇത് രണ്ടും സ്തോത്രം രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത 12 ഗോത്രങ്ങളിൽപ്പെട്ട ഈ ഗോത്രങ്ങൾ ഒന്ന് തന്നെയാണ്. ഇന്നവർ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വായിക്കുന്ന ആ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുന്ന കൊടുമടയായി തീരും. അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. റോമാലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ: തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ലോകത്തില് 3 കൂട്ടരേ ഉള്ളൂ. 3 കൂട്ടരാണ് ലോകത്തിൽ. വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് 3 കൂട്ടര്. ഒന്നാമത്തെ കൂട്ടര് യഹൂദര്, പിന്നെ 2-ാമത്തെ കൂട്ടര് യവനന്മാർ, ജാതികൾ, 3-ാമത്തെ കൂട്ടരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. അങ്ങനെ 3 കൂട്ടരാണ് ഇന്ന് ഭൂമിയിലുള്ളത്. 3 കൂട്ടര്. ഒന്ന് സ്തോത്രം യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ. 2 യവനന്മാർ. യവനന്മാർ എന്ന് പറഞ്ഞാൽ സകല ജാതികളും അതിനകത്ത് ഉൾപ്പെടും. എത്ര ഗോത്രങ്ങളുണ്ട്, എത്ര ഭാഷയുണ്ടോ സകല ജാതികളും അതിനകത്ത് ഉൾപ്പെടും. 3-ാമത്തെ കൂട്ടരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ഇതിനെ 3നെയും കൂടെ വിലയിരുത്തിയാൽ ഹല്ലേലൂയ ശേഷിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ദൈവമക്കളുടെ ഗ്രൂപ്പ്. അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കൂട്ടരെയാണ് ദൈവസഭ എന്ന് പറയുവാൻ ഇടയായി തീർന്നത്. നമ്മളൊക്കെ സംബോധന ചെയ്യുമ്പോൾ നമ്മുടെ സഭയെ ദൈവസഭയായിട്ടാണ് സംബോധന ചെയ്യുന്നത്, അല്ലെ? എല്ലാ ആത്മീയ കൂട്ടങ്ങളും ദൈവസഭയാണെന്നുള്ള നിലയിലേക്കാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്. പക്ഷേ ദൈവസഭ യഥാർത്ഥത്തിൽ ഷാരോണോ, IPCയോ, ചറ്റക്കോടോ, AGO ഒന്നും അല്ല ദൈവസഭ. ദൈവസഭ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്. ഹല്ലേലൂയ. ആ കൂട്ടത്തിന്റെ പേരാണ് ദൈവസഭ. ആ കൂട്ടം ചുരുക്കമായിരിക്കും. ഹല്ലേലൂയ. ആ കൂട്ടം ചുരുക്കമായി എണ്ണപ്പെട്ട കൂട്ടം ഹല്ലേലൂയ ദൈവസഭയിലേക്ക് എടുക്കപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒത്തിരി ഭാഗമുണ്ട്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ: യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. അവ 3 കൂട്ടരെ അവിടെ പറയുന്നത് എന്താണ്? 32 നമ്മൾ വായിക്കുന്നു. എന്നാൽ എന്ത് ചെയ്യണം? യവനന്മാർക്കും യഹൂദന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് ഒരു ഇടർച്ച നമ്മളിലൂടെ ഉണ്ടാകരുത്. അതുപോലെ തന്നെ യവനന്മാർക്കും ഒരു ജാതികൾക്കും നമ്മൾ ഒരു ഇടർച്ച ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ ഹല്ലേലൂയ ദൈവസഭയ്ക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും ഒരു ദോഷവും നമ്മളിലൂടെ ഉണ്ടാകാൻ പാടില്ല. നമ്മളിലൂടെ നമുക്ക് വിരോധികളായിട്ട് ആരുമില്ല. ആരും നമ്മുടെ ശത്രുക്കളല്ല. ഹല്ലേലൂയ. ആരെയും നമ്മൾ പകയ്ക്കേണ്ട കാര്യമില്ല.
ഇന്ന് പല സമയത്ത് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവേ. എന്നിട്ട് പറയുകയാണ്, ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ട് പ്രസാദിപ്പിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരെയും ഒരുപോലെ കാണാൻ, സ്തോത്രം, വലിപ്പച്ചെറുപ്പം. അതുകൊണ്ടാ പൗലോസ് പറയാൻ, നിങ്ങളുടെ സഭയിൽ ഒരു മോടിയുള്ള വസ്ത്രം ധരിച്ച് ഒരാൾ കടന്നു വന്നാൽ അയാളെ സുഖനെ ഇവിടെ ഇരുന്നാട്ടെ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഒരു സാധാരണക്കാരനായ പാവപ്പെട്ടവൻ വന്നാൽ അവിടെ ഇരിക്ക്, അല്ലെങ്കിൽ ഇരിപ്പിടം കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിൽക്ക് എന്ന് പറയുന്ന മനോഭാവത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് യാതൊരു ഫലവുമില്ല. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം തുല്യരാണ്, ദൈവ സൃഷ്ടിയാണ്. ഏറ്റക്കുറച്ചിലുകൾ മനുഷ്യനുണ്ടാകാം, കളറുകൾക്ക് വ്യത്യാസം ഉണ്ടാകാം, ഭാഷകൾക്ക് വ്യത്യാസം ഉണ്ടാകാം, രൂപങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ഇത് സകലതും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ബുദ്ധി കൂടാം, ബുദ്ധി കുറയാം, കഴിവുണ്ടാകാം, കഴിവില്ല. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? എല്ലാവർക്കും നമ്മൾ എന്തായിട്ട് മാറണം? ഒരു മാതൃകയായിട്ട് മാറണം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദൈവത്തെ പഴിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കുറവുള്ള ഒരു മനുഷ്യൻ റോഡിൽ കൂടെ പോയാൽ ആ വ്യക്തിയെ നോക്കി കളിയാക്കരുത്. കാരണം ആ വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ്. ആ വ്യക്തിയെ കളിയാക്കുമ്പോൾ സൃഷ്ടാവിനെയാണ് നമ്മൾ കളിയാക്കുന്നത്. ഹല്ലേലൂയ. സൃഷ്ടിയെ നമ്മൾ കളിയാക്കുമ്പോൾ സൃഷ്ടാവിനെയാണ് കളിയാക്കുന്നത്. ഹല്ലേലൂയ. ചിലതിന് വേണ്ടിയിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ ചിലതിനെ കൊണ്ടുവന്നാക്കുമ്പോൾ അതിന്റെ മുമ്പിൽ നമ്മൾ നിഗളിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം പറയാൻ, കർത്താവേ എന്ന് പറയാൻ. ഇന്നലെ ആശീർവാദത്തിന് വന്നവർക്കറിയാം. ഹല്ലേലൂയ. സഭയിലൊരു പൂനയായ സ്ത്രീ, ഹല്ലേലൂയ, പേര് മന്ത്രസൊന്നുമില്ല, പക്ഷേ ആ സ്ത്രീയെ, ഹല്ലേലൂയ, അത്രയും ജനത്തിന്റെ നടുവിൽ 18 വർഷക്കാലമായിട്ട് ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു പൂനയായ സ്ത്രീയെ ദൈവം ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവർക്ക് നേരെ നോക്കി സ്തോത്രം, അവര് കുനിഞ്ഞു നിൽക്കുന്ന ആ സ്ത്രീക്ക് ആ നിൽക്കുന്ന ആ വട്ടം മാത്രമേ കാണത്തുള്ളൂ, പുറമൊന്നും കാണത്തില്ല, ആകാശം കാണത്തില്ല. പക്ഷേ അവരെ എഴുന്നേൽപ്പിച്ചപ്പോൾ, ഹല്ലേലൂയ, അന്ന് വരെ കാണാത്ത ആകാശം അവർക്ക് കാണാനിടയായി. ഹല്ലേലൂയ. ലോകം അവരെ കൂനയെന്നോ വിധവയെന്നോ കൊള്ളത്തില്ലാത്തവളെന്നോ ഒക്കെ പറഞ്ഞ് കളിയാക്കാം, അവരെ ഒതുക്കി നിർത്താം. പക്ഷേ പലർക്കും ഇല്ലാത്ത ഒരു മാന്യത ആ സ്ത്രീക്കുണ്ടായിരുന്നു. എന്താണ്? ആ പൂനയായ സ്ത്രീ, ഹല്ലേലൂയ, ആലയം വിട്ട് മാറിയില്ല, പ്രാർത്ഥന വിട്ട് മാറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു മറുപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് താൻ, ഹല്ലേലൂയ, 18 സംവത്സരക്കാലമായിട്ട് ആ ആലയം വിടാതെ പ്രാർത്ഥനയോടെ കടന്നു വന്നു. നമുക്ക് പലപ്പോഴും, ഹല്ലേലൂയ, സാധിക്കാത്ത ചില കാര്യങ്ങൾ, ഹല്ലേലൂയ, നിസ്സാരമെന്ന് കരുതുന്ന ചിലരിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ, ഹല്ലേലൂയ, അവിടെയാണ് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കപ്പെടുവാൻ ഇടയായി തീരുന്നത്. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാവുകയും. 11:30 ഈ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിട്ട് നമ്മുടെ ഹല്ലേലൂയ CM-ന്റെ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടന്നു വരും. അതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 5-ാമത്തെ വാക്യം, സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ വിളിച്ചു പോകണം എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ മുമ്പോട്ട് നമുക്ക് ആ കാര്യങ്ങൾക്ക് നിൽക്കേണ്ടത് ആവശ്യമാണല്ലോ. സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ന്. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ കണ്ട് ഓടരുത്. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ കണ്ട് പുറകോട്ട് പിൻവാങ്ങരുത്. പ്രശ്നങ്ങളെ കണ്ട് എന്ത് ചെയ്ത് ഓടരുത്. അവിടെ വായിക്കുന്നു, നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് തരികയാണ്, ഒരു ഉടമ്പടി പോലെ തരികയാണ്. എന്താണ്? സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്. ഹല്ലേലൂയ. അവരെ തടുക്കാനോ തടയാനോ ആരെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ് അവർ ഓടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ജോർദാൻ
കലങ്ങി മറിഞ്ഞു പൊക്കൊണ്ടിരിക്കുക. അവരെ തടുക്കാൻ ആരെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ നിലവാരത്തിലാണ് പക്ഷേ ഓടുന്നത്. ഇന്ന് സമയത്ത് ദൈവമക്കളെ, ആ ഹല്ലേലൂയ ഹല്ലേലൂയ ഓടുന്ന യോർദാനെ, സമുദ്രത്തെ നോക്കി, ഹല്ലേലൂയ സ്തോത്രം, പിന്മാറാതെ നിൽക്കുന്ന ആ സമുദ്രത്തെ നോക്കിയും അല്ലെങ്കിൽ യോർദാനെ നോക്കിയും ദൈവം ചിലത് കൽപ്പിച്ചാൽ അത് വഴിമാറും. ഹല്ലേലൂയ. നമ്മൾ ചിലതിനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ, ചിലതിനെ കണ്ട് വേദനപ്പെട്ട് നിൽക്കുമ്പോൾ, ദൈവത്തിന് ഇതൊന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമാക്കി തീർക്കുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. ഇന്ന് പകൽ സമയത്ത് വിശ്വസിക്കണം, എനിക്ക് പ്രതികൂലമായി നിൽക്കുന്ന ചിലതിനെ അനുകൂലമാക്കി തരാൻ എന്റെ ദൈവത്തിന് കൃപ എന്റെ മേൽ പകരപ്പെടുന്ന ഒരു വർഷമാണ്. ഈ പുതിയ വർഷത്തിൽ ചിലത് പ്രാപിച്ചെടുക്കേണ്ട വർഷമാണ്. ഞാൻ ഇതുവരെ കലങ്ങി മറിഞ്ഞ് ഹല്ലേലൂയ തിരമാലകൾ കടിയിൽപ്പെട്ട് ഹല്ലേലൂയ വേദനപ്പെട്ട് എന്നും നിൽക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഈ തിരമാലകളെ ശാന്തമാക്കി നിന്നെ കരക്കടിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കര നിന്നെ പിടിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സമുദ്രം വഴിമാറുമെന്നോ, ഈ ജോർദാൻ വറ്റി ഒരു കരയാക്കി തീർക്കുമെന്നോ. ഒരിക്കലും മാനുഷിക ബുദ്ധി കൊണ്ട് കഴിയാത്തതിനെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ഇതെല്ലാം വഴിമാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ, നാളുകളായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ പറയും, ജനിച്ച നാള് മുതൽ ഞാൻ അനുഭവിക്കുന്ന വേദനയാണ്, ജനിച്ച നാള് മുതൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയാണ്. പക്ഷേ ഹല്ലേലൂയ, എത്ര നാളായിട്ട് ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, എത്ര വർഷമായിട്ട് ഇത് ഇളകി മറിഞ്ഞ് ആരെയും തൊടാൻ സമ്മതിക്കാതെ ഹല്ലേലൂയ അത് മുമ്പോട്ട് യാത്ര ചെയ്യുന്നു. അതിന് ഒരൊറ്റ വാക്കുകൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് ദൈവം അതിന്റെ ഇളക്കത്തെ ഇല്ലാതാക്കി, അതിന്റെ ഒഴുക്കിനെ ഇല്ലാതാക്കി, ദൈവത്തിന്റെ ജനത്തിന് കടന്നു പോകത്തക്ക നിലവാരത്തിൽ ദൈവം അതിനകത്തുകൂടെ വഴിയൊരുക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ചില വഴികൾ ദൈവം തുറക്കാൻ പോകുകയാണ്. ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ചില വഴികൾ, ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ചില വഴികൾ ഈ ഹല്ലേലൂയ തോടിനകത്ത്, ഈ നദിക്കകത്ത്, ഈ സമുദ്രത്തിനകത്ത് ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ചില വഴികൾ ദൈവം എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ ചില ദൈവ പ്രവൃത്തികൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കരച്ചിലായിരിക്കാം, ഇന്ന് സങ്കടമായിരിക്കാം, ഇന്ന് വേദനയായിരിക്കാം, ഇന്ന് നിരാശയായിരിക്കാം. ഇല്ല, ദൈവമേ, ആളുകളായി ഞാനിത് അനുഭവിക്കുന്നതാണല്ലോ, ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞ് പഠിക്കാനല്ല, ഈ ദിവസങ്ങൾ ചില ദൈവ പ്രവൃത്തികൾ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുന്ന ഒരു വർഷമാക്കി ദൈവത്തിന്റെ ആത്മാവ് തീർക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഈ സംഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ചില ദൈവ പ്രവർത്തികൾ ദൈവജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലത് വഴിമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങൾ മാറാൻ പോകുകയാണ്. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പോകുകയാണ്. ചില പ്രതിസന്ധികളെ ദൈവം വഴിമാറ്റി വിടാൻ പോകുകയാണ്. ചിലതിനെ ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷമാക്കി മാറ്റുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ അവിടെ വായിക്കുന്നു, 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഭൂമിയെ നീ കർത്താവിന്റെ സന്നിധിയിൽ, യാക്കോബിൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്കുക. ഒറ്റ കാര്യം ചെയ്താൽ മതി, നമുക്ക് വേണ്ടിയിട്ട് വഴിമാറാൻ ദൈവസന്നിധി നമ്മൾ വിറയ്ക്കണം, ദൈവസന്നിധി നിലവിളിക്കണം, ദൈവസന്നിധി കരയണം. ഇതെല്ലാം നമുക്ക് വിരോധമായിട്ടാണ് ഒഴുകുന്നത്. അതെല്ലാം നമുക്ക് അനുകൂലമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ കരം അവിടെ വായിക്കുകയാണ്. ഭൂമിയെ, ഈ ലോകത്തിലുള്ള സകലതും അതിനകത്ത് വരികയാണ്. ഭൂമി എന്ന് പറയുമ്പോൾ സകലതും, ഈ മാനവകുലം മുഴുവൻ, ഇവിടെയുള്ള മൃഗങ്ങൾ, ഹല്ലേലൂയ സസ്യങ്ങൾ, വൃക്ഷങ്ങൾ എന്ന് വേണ്ട പറവകൾ, പറവജാതികൾ, ജന്തുക്കൾ എന്ന് വേണ്ട സകലതും, മനുഷ്യനും മൃഗവും എല്ലാം. എന്നിട്ട് ഒരൊറ്റ വിളിയ, ഭൂമിയെ നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നീ കർത്താവിന്റെ സന്നിധിയിൽ, യാക്കോബിന്റെ ദൈവസന്നിധിയിൽ, യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇത് സകലതും എന്ത് ചെയ്യണം?
വിറയ്ക്കും. ഹല്ലേലൂയ. എനിക്ക് അവിടെയൊക്കെ നല്ല നിലയിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഈ ആശയം നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വന്നാൽ ഹല്ലേലൂയ, ദൈവം ചിലതിനെ ഹല്ലേലൂയ നമുക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ ഉയർത്തുന്ന ദിവസമാണ്. അവൻ ഹല്ലേലൂയ എന്നിട്ട് പറയുക, പാറയെ ജലതടാകവും നീരുറവമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. പാറയെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോ ഒരു പാറയാണ്. പക്ഷേ ഹല്ലേലൂയ അതിനകത്ത് വായു കയറാൻ പോലും ഇടയില്ല. നമ്മള് ഒരു തമരൊക്കെ അടിച്ച് ആ പാറയെ ഒന്ന് പൊട്ടിച്ചു നോക്കിയാൽ ഒരു ശകലം പോലും ക്യാപ്പ് അതിനകത്തില്ല. അത്രക്ക് തിക്കൻസ് ആ പാറ നിൽക്കുന്നത്. പക്ഷെ അതിനകത്ത് ദൈവം വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കും. ഹല്ലേലൂയ. ആ പാറയ്ക്കകത്ത് ദൈവം വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുക. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? നമ്മുടെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ആലോചനയിൽ വെളിപ്പെടാത്ത ചില കാര്യങ്ങൾ ദൈവം തന്റെ ജനത്തിന് വേണ്ടിയിട്ട് ബോധ്യപ്പെടുത്താൻ ചിലത് കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് മകളെ, ഇങ്ങനെയാണ് മകനെ എന്ന് ബോധ്യപ്പെടുത്താൻ ചില മർമ്മങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് മാറ്റിവെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയത്തില്ലേ, ഹല്ലേലൂയ, ഗൾഫിലെ പല രാജ്യങ്ങളിലും ഹല്ലേലൂയ സ്വർണ്ണക്കനികളുണ്ട്. സ്വർണ്ണക്കനികൾ ഇന്ത്യയിലുമുണ്ട്. സ്വർണ്ണ മലകളുണ്ട്. സ്വർണ്ണ മലകൾ. പാറയ്ക്കകത്ത് ദൈവം ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള രത്നങ്ങൾ, വൈരങ്ങൾ, ഹല്ലേലൂയ, വിലപിടിപ്പുള്ള പെട്രോള് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഭൂമിക്കടിയിൽ പാറയ്ക്കുള്ളിൽ ദൈവം വിലപിടിച്ചതിനെയൊക്കെ മറച്ചു വെച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഒരു ചെറിയൊരു തേങ്ങ കൊണ്ട് നടുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു തെങ്ങായിട്ട് മാറുന്നു. കുറച്ചു നാൾ കഴിയുമ്പോൾ 4-5 തേങ്ങ മറിക്കുന്നു. ഇതുകൊണ്ടല്ല, അവിടം കൊണ്ടല്ല അവസാനിക്കുന്നത്. ഇതിനെക്കാട്ടിൽ 10 മടങ്ങ് വിലയുള്ള സാധനങ്ങൾ ഭൂമിക്കടിയിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പാറയ്ക്കടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സമുദ്രത്തിനടിയിൽ മറച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും കാണാൻ കഴിയാത്തവരായിട്ടല്ല ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഇന്ന് പല സമയത്ത് സകലതും മറച്ചു വെച്ചിരിക്കുന്ന പലതും ഇന്നും ലോകത്തിന് വെളിപ്പെടാത്തത് ഇന്നും പലതും മറച്ചു വെച്ചിട്ടുണ്ട് ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നും വെളിപ്പെടാത്തത് ചിലത് മറച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവയും ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നീരുറവയും ആക്കിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് ചിലര് പറയാറുണ്ട്, ഞങ്ങള് പറമ്പിനകത്ത് 2-3 കുഴിയൊക്കെ കുത്തി വെള്ളത്തിന് വേണ്ടി, പക്ഷെ ഒരു രക്ഷയും കണ്ടില്ല. സ്തോത്രം. ഒരു വെള്ളവും കണ്ടില്ലെന്നൊക്കെ പരാതി പറയുന്നുണ്ട്. പക്ഷേ ദൈവസനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം വെള്ളത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചൊന്ന് കുഴി കുത്തിക്കുകയും എത്ര മലയുടെ ഉയരത്തിലാണെങ്കിലും നമുക്ക് വേണ്ടുന്ന വെള്ളം ദൈവം അവിടെ ഒരുക്കി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്ന വെള്ളം അവിടെ ഒരുക്കി തരും. അതാ ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. നമ്മൾ ഉത്സാഹിക്കണം. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവിടെ പറയുന്നു, ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? വിറയ്ക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നിൽക്കണം. ദൈവം നമുക്ക് വേണ്ടിയിട്ട് പാറയിൽ നിന്ന് എന്ത് ചെയ്യും? ജലതടാകവും തീക്കല്ലിൽ നിന്നെ ഹല്ലേലൂയ നീരുറവും ആക്കുന്ന ഒരു ദൈവത്തിന്റെ കാര്യം നമുക്ക് വേണ്ടി ചലിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി നമ്മളെ തന്നെ ഉയർത്തിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പല സമയത്ത് ഞങ്ങളുടെ ബുദ്ധി ഹല്ലേലൂയ കൊണ്ട് പലതും